നെഞ്ചിൽ ഭാരം വെച്ച പോലെ കട്ടുകഴപ്പ്, തൊണ്ടയിലേക്കുള്ള പിടുത്തം, താടിയിലേക്കുള്ള ഒരു എരിച്ചിൽ പോലെ, കൈകളിലേക്ക് കട്ടുകഴപ്പ്. അതുകൂടാതെ ചിലവർക്ക് തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ട്രെഡ്മില്ല്, സൈക്ലിംഗ്, ഇതൊക്കെയാണ് കാർഡിയോ എക്സസൈസുകൾ. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മളൊരു വെയിറ്റ് എടുത്തിട്ട് ഉള്ള എക്സസൈസുകൾ വേണം. അത് ഒരു മോഡറേറ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിയുന്നതും ഈ ഹൃദ്രോഗത്തിൽ നിന്ന് ഒഴിവായി മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് എന്തെങ്കിലും ഹാബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള ചാൻസ് കൂട്ടാൻ പറ്റും. നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഇപ്പം അത്ര അൺകോമൺ ഒന്നുമല്ല. ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിച്ച് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാവോ? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വിജിൻ, ലിസി ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ്. ഇന്നത്തെ കാലത്ത് ഹൃദ്രോഗങ്ങളുടെ പ്രധാന കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് മെയിൻ ഫാക്ടർ നമ്മൾ റിസ്ക് ഫാക്ടറായിട്ട് നോക്കിയാൽ ഡയബറ്റിസ് ഒരു പ്രധാന ഫാക്ടറാണ്. അതേപോലെ ഹൈപ്പർ ടെൻഷൻ. മൂന്നാമത്തെ ഒരു ഫാക്ടർ നമ്മുടെ ഹാബിറ്റ്സ്. ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ്, സ്ഥിരമായി സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു പ്രധാന ഫാക്ടറാണ്. പിന്നെ ഡിസ്ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ, വളരെ ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഹൃദ്രോഗത്തിലേക്ക് നയിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്: ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, സ്മോക്കിംഗ്, ഡിസ്ലിപ്പിഡീമിയ. ഇതൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് പലർക്കും ഉള്ള കാര്യങ്ങളാണ്. അപ്പം ആളുകൾ പൊതുവെ ഇഗ്നോർ ചെയ്യുന്ന സിംറ്റംസ് എന്താണ്? ഇപ്പം ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് സിംറ്റംസ്, പക്ഷേ അതൊരിക്കലും ഹാർട്ട് അറ്റാക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന കുറച്ച് സിംറ്റംസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർക്കൊരു അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായും ആ അസുഖത്തെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ചിലപ്പോൾ അസുഖത്തിനെ പൂർണ്ണമായി മാറ്റിക്കളയാൻ പറ്റത്തില്ല. അതിന് ജീവിത രീതികളിലുള്ള എക്സസൈസും വ്യായാമവും ഭക്ഷണ രീതികളും നിയന്ത്രിച്ച ഒരു പരിധിവരെ നമുക്ക് ഷുഗറും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു കിട്ടും. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് മെഡിസിൻ എടുത്ത് കുറക്കണം. അപ്പോൾ ഇത് രണ്ട് ഫാക്ടറും കൂടി കമ്പൈൻ ചെയ്ത് വേണം ഇത് കൺട്രോൾ ചെയ്യാൻ. റിസ്ക് ഫാക്ടർ ഉള്ളവർക്ക് ഹൃദ്രോഗ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഹൃദ്രോഗത്തിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്, ഒന്ന്, അവർ സ്ഥിരമായി ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നെഞ്ചിലേക്ക് വളരെ ഭാരം വെച്ച പോലെയോ കട്ടുകഴപ്പോ അല്ലെങ്കിൽ ഒരു നെഞ്ചിലൊരു കനം വെച്ച പോലെ തോന്നും. അതൊരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. അവർ പ്രത്യേകമായി ഒരു ഇതേവരെ തോന്നാത്തൊരു വിഷമമായിരിക്കും അത് തോന്നുന്നത്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ വേണം വരാൻ. ഒന്നെങ്കിൽ അവർ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ, അപ്പോഴാണ് സ്ഥിരമായി ഇത് കാണുന്നത്. ആ ഒരു സിംറ്റം, ആ ഒരു രോഗലക്ഷണം വരികയും ചെയ്യുന്ന കാര്യം നിർത്തിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ആ സിംറ്റം പൂർണ്ണമായി കുറയുകയും ചെയ്യണം. ആ വന്ന രോഗലക്ഷണം കുറയുകയും ചെയ്യണം. അത് വീണ്ടും അവർക്ക് ചെയ്യുമ്പോൾ അതേ രോഗലക്ഷണങ്ങൾ കാണിക്കാം. ഈ സിംറ്റമാണ് കാണിക്കുന്നതെങ്കിൽ, നെഞ്ചിലേക്ക് കനം വെച്ച പോലെയോ ഭാരം വെച്ച പോലെയോ, അതിനോടൊപ്പം തന്നെ ചിലവർക്ക് കഴുത്തിലേക്കൊരു പിടുത്തം പോലെ വരാം, അല്ലെങ്കിൽ താടിയിലേക്കൊരു പിടുത്തം പോലെ വരാം, അല്ലെങ്കിൽ ഒരു തരിപ്പ് വരാം. ആ സമയത്തിനോടൊപ്പം തന്നെ കൈകളിലേക്കും, ഏത് കൈയിലേക്ക് വേണമെങ്കിൽ വരാം, റൈറ്റ് ഓർ ലെഫ്റ്റ്, കൈയിലേക്കും ഒരു കട്ടുകഴപ്പ് പോലെ വരാം. ഈ ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ഇനീഷ്യൽ സിംറ്റമായിട്ട് കൺസിഡർ ചെയ്യണം. ഈ പറഞ്ഞ സിംറ്റംസ് ജെൻഡർ അനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസം വരുമോ? മെന്നിന് വേറെ, വിമനിന് വേറെ എന്ന രീതിയിൽ? സിംറ്റംസ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ ജെൻഡർ അനുസരിച്ച് വലിയ പ്രശ്നങ്ങൾ കാണാറില്ല. പക്ഷേ കൂടുതലും സ്ത്രീകളായിരിക്കും ഇങ്ങനത്തെ സിംറ്റംസ് വന്നാൽ അവരത് പിടിച്ച് പുറത്ത് പറയാതെ അത് ചിലപ്പോൾ അതൊരു നീട്ടിക്കൊണ്ട് പോകാറുണ്ട്. പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് മാത്രമേ കാണാറുള്ളൂ. ഈ ഒരു ഡിഫറൻസ് മാത്രമേ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ. സിംറ്റംസ് വൈസ് രണ്ടുപേർക്കും സെയിം തന്നെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ നെഞ്ചരിച്ചിലും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? യൂഷ്വലി ഗ്യാസ് ഒക്കെ കാരണം നെഞ്ചരിച്ചിൽ ഹാർട്ട് ബേൺ വരാമല്ലോ. അത് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു നെഞ്ചിലേക്കൊരു എരിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിലോ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വരുന്നത്, അത് ഹാർട്ട് ബേൺ എന്ന് പറയും. അത് കൂടുതലും ഒരു ഹാർട്ട് റിലേറ്റഡ് സിംറ്റം ആയിരിക്കും. സിംറ്റമായിട്ടാണ് കരുതണതിന്, രോഗലക്ഷണമായിട്ട്. പകരം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് മേളിലേക്ക് ബർപ്പിംഗ് പോലെ, അതായത് ഏമ്പക്കം കൂടുതലായിട്ട് വരുന്നു, അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ളൊരു വേദന വയറ്റിൽ വരുന്നു, അത് കൂടുതലും
വയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കുള്ളൂ. അതായത് ജേർഡ് എന്ന് പറയും, ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടുമാണ് ഒന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നത്. അതിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് വന്നു കഴിയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റമാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസ് ആണ്. നെഞ്ചരിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കാണണോ? എങ്ങനെയാണത്? എല്ലാ നെഞ്ചരിച്ചിലിനും ഡോക്ടറിനെ കാണേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ സ്ഥിരമായി ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നടക്കുന്നു, സ്റ്റെപ്പ് കയറുന്നു, എനിക്ക് ഇതേവരെ ഒരു നെഞ്ചിൽ സിംറ്റംസോ ഒന്നും തോന്നിയിട്ടില്ല. സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, നോർമൽ റൂട്ടീൻ ഡയറ്റ് എല്ലാം കഴിച്ചു പോകുന്നു. അപ്പോൾ എനിക്ക് വേറെ സിംറ്റംസോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കൊരു ദിവസം ഞാൻ ഒരു 2 നില സ്റ്റെപ്പ് കയറി. അപ്പോൾ എനിക്ക് നെഞ്ചിലൊരു കനം വെച്ച പോലെ തോന്നി. അത് അത്രയും നാളില്ലാതിരുന്ന ഒരു പുതിയൊരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഞാനത് വകവെക്കാതെ കുറച്ച് നേരം ഒന്ന് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്നതൊന്ന് കുറച്ചു, ഒന്ന് വെയിറ്റ് ചെയ്ത് 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വിഷമം ഒന്ന് കുറഞ്ഞു. വീണ്ടും ഞാൻ സ്റ്റെപ്പ് ഒരു നില കയറി. പക്ഷെ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നും വന്നില്ല. പോയി എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ വീണ്ടും ഞാൻ വെയിറ്റുള്ള എന്തെങ്കിലും എടുത്തപ്പോൾ പെട്ടെന്ന് എനിക്ക് നെഞ്ചിലേക്ക് ഒരു ഭാരം വെച്ച പോലെ അല്ലെങ്കിൽ കട്ടുകഴപ്പ് തോന്നി. അങ്ങനെ തോന്നിയാൽ അത് കൂടുതലും ഒരു ഹാർട്ടിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ കരുതണം. ഇതാണ് ടിപ്പിക്കലായിട്ടൊരു ഹാർട്ടിൻ്റെ രോഗലക്ഷണമായിട്ട് കരുതാവുന്നത്. ഏത് പ്രായത്തിലായിരിക്കണം ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു സിംറ്റംസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്? ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാസാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ടീനേജ് അല്ലെങ്കിൽ യങ് അഡൽട്ട്സിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് നെഞ്ചരിച്ചിൽ എന്ന് പറയുമ്പോൾ ഗ്യാസ് ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് പൊതുവെ പോകുന്നത്. കുറച്ച് പ്രായമുള്ളവരിലേക്കായിരിക്കും ആ ഹാർട്ട് അറ്റാക്കിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഏത് ഏജിൽ തൊട്ടായിരിക്കണം നമുക്ക് ചികിത്സ തേടേണ്ടത്? 20 വയസ്സിൽ താഴെ ഹാർട്ട് അറ്റാക്ക് കാണുന്നത് വളരെ റെയറാണ്. പക്ഷേ കുറച്ച് പേർക്ക് 30 വയസ്സിൽ കാണാറുണ്ട്. പക്ഷേ കൂടുതലും ഈ 30 വയസ്സിൽ കാണുന്നവരിൽ ഒന്നെങ്കിൽ അവർക്ക് ഫെമീലിയൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, പാരമ്പര്യമായി ഹൃദ്രോഗം സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, പാരൻസിനായിരിക്കെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് കസിൻസ്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും. അതായത് അപ്പൻ്റെയോ അമ്മയുടെയോ ചേട്ടനനിയന്മാരുടെ മക്കളിൽ കാണാം, അങ്ങനത്തെ ഉള്ളവർക്ക്. പിന്നെ അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്മോക്കിംഗ് അങ്ങനത്തെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഹൃദ്രോഗം വരാം. 30നും 40 വയസ്സിനും ഇടയിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ഈ 2 റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ തുടങ്ങിയിട്ട് അവർ കൃത്യമായി മരുന്ന് കഴിക്കാത്തവരാണ്. അല്ലെങ്കിൽ കുറച്ച് നാൾ മരുന്ന് കഴിക്കും, ഇടയ്ക്ക് മരുന്ന് നിർത്തും. പക്ഷേ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വളരെ ഹൈ ആണെങ്കിൽ അവർക്ക് ഹാർട്ടിന് പ്രശ്നങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. 40 വയസ്സിന് മേൽപോട്ട്, 40 തൊട്ട് ഒരു 60 വയസ്സിനിടയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടർ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ്, ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പാണ് 40 ഇയേഴ്സ് മുതലാണ് ഉചിതമായ ഒരു സമയം ഹാർട്ടിന് ടെസ്റ്റ് ഒരു ബേസിക് ചെക്കപ്പ് ചെയ്യാൻ പറ്റിയ ടൈം. മുമ്പ് പറഞ്ഞ ഈ നെഞ്ചരിച്ചിലും ഈ ഒരു സ്റ്റിഫ്നെസ് പോലത്തെ ഒരു ഫീലിങ്ങും അല്ലാതെ വേറെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നോർമൽ ആൾക്കാർക്ക് വരുന്ന എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? അതെ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ 2-3 സിംറ്റംസ് ഉണ്ടല്ലോ. നെഞ്ചിൽ ഭാരം വെച്ച പോലെ കട്ടുകഴപ്പ്, തൊണ്ടയിലേക്കുള്ള പിടുത്തം, താടിയിലേക്കുള്ള ഒരു എരിച്ചിൽ പോലെ, കൈകളിലേക്ക് കട്ടുകഴപ്പ്. അതുകൂടാതെ ചിലവർക്ക് തലകറക്കമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. തലകറക്കം അല്ലെങ്കിൽ വളരെ ക്ഷീണം, അല്ലെങ്കിൽ ചിലവർക്ക് വയർ ഭയങ്കര കമ്പിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ വയറിലൊരു ഡിസ്കംഫേർട്ട് പോലെ തോന്നാം. സിംറ്റംസ് ഇങ്ങനെ പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. എല്ലാ സിംറ്റമും ചിലപ്പോൾ ഹാർട്ടിൻ്റെ തന്നെ ആകണമെന്നില്ല. അപ്പോൾ അൺയൂഷ്വലായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ എപ്പോഴും അത് ഏറ്റവും ബെസ്റ്റ് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. മെഡിക്കൽ കെയർ ആദ്യം ലഭിക്കുക എന്നുള്ളതാണ് അതിൽ നോക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് അവിടെ ഡോക്ടറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ബേസിക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട്. ഇപ്പം തലകറക്കോ വയറിൽ ഇഷ്യൂസോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാർട്ട് ഡിസീസിലേക്ക് റിലേറ്റ് ചെയ്യാം എന്ന് തോന്നുന്ന, അതല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും? നോർമലി നമുക്ക് തലകറക്കം വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വയറിൽ ഇഷ്യൂ വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇത് ഹാർട്ട് ഡിസീസിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തലകറക്കം വരികയും അതിനോടൊപ്പം നല്ല ക്ഷീണം തോന്നുകയും ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ BP വളരെ കുറവാണെങ്കിൽ അതിനോടൊപ്പം തന്നെ പേഷ്യൻ്റ് അൺയൂഷ്വലായിട്ടുള്ള എന്തെങ്കിലും ഒരു അഡീഷണൽ സിംറ്റംസ് കാണും. അതായത് തലകറക്കം വരുന്നതിന് മുന്നേ തന്നെ നെഞ്ചിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫോർട്ട് പോലെ തോന്നാം, നെഞ്ചിലൊരു വല്ലായ്മ അല്ലെങ്കിൽ ഒരു ചെറിയ കെട്ടൽ പോലെ. അതിനോടൊപ്പം ആയിരിക്കും ചിലപ്പോൾ തലകറക്കവും ക്ഷീണവും പ്രഷർ കുറഞ്ഞും പോകുന്നത്.
അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ട് മാത്രമേ നമുക്കൊരു ഹാർട്ടിൻ്റെ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ഒരു സിംറ്റം വെച്ച് മാത്രം നമുക്ക് ഹാർട്ടിൻ്റെ ആണെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ECG എടുത്ത് നോക്കും. ECG എടുക്കുമ്പോൾ ECGയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റമാണ്. അങ്ങനെ കോറിലേറ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അതായത് സിംറ്റംസ്, ബ്ലഡ് ടെസ്റ്റ്, അതിനുശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം വെച്ച് കോറിലേറ്റ് ചെയ്താണ് നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലേക്ക് എന്തെങ്കിലും ഹാബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള ചാൻസ് കൂട്ടാൻ പറ്റും? നമുക്ക് 100% ഹൃദ്രോഗം വരാതിരിക്കാവുന്ന ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലൊന്നുമില്ല. ജീവിത രീതികളിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ നടത്തം, വാക്കിംഗ്, ഒരു ദിവസം ഒരു അരമണിക്കൂറാണ് ഗൈഡ് ലൈൻ സജസ്റ്റ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും അരമണിക്കൂർ വെച്ച് നടക്കണം, 30 മിനിറ്റ്സ്. പിന്നെ ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു 40 ഇയേഴ്സിന് ശേഷമുള്ളവർക്ക് മസിൽ മാസ് വളരെ കുറവായിരിക്കും. അപ്പോൾ മസിൽ മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മസിൽ മാസ് കൂട്ടണമെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസുകൾ വേണം. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. അപ്പോൾ കാർഡിയോ എക്സസൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രെഡ്മില്ല് പോലത്തെ ടെസ്റ്റുകളാണ്. ട്രെഡ്മില്ല്, സൈക്ലിംഗ്, ഇതൊക്കെയാണ് കാർഡിയോ എക്സസൈസുകൾ. മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മളൊരു വെയിറ്റ് എടുത്തിട്ട് ഉള്ള എക്സസൈസുകൾ വേണം. അപ്പോൾ അത് ഒരു മോഡറേറ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിയുന്നതും ഈ ഹൃദ്രോഗത്തിൽ നിന്ന് ഒഴിവായി മുന്നോട്ട് പോകാൻ പറ്റും. സ്ലീപ്പിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഹാർട്ട് അറ്റാക്കിലേക്ക് വരുമ്പോൾ? ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ നൈറ്റൊക്കെ ഇരുന്ന് ഓൺലൈൻ ഇരിക്കുന്ന ആൾക്കാർ, വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഈവൻ അപ്പോൾ അത് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും അവരുടെ പിന്നൊരു ജീവിതത്തിലേക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്ഫുൾ ലൈഫ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അത് ഭാവിയിലേക്ക് ഹൃദ്രോഗത്തിലേക്ക് നയിക്കും. നമ്മൾ സ്ട്രെസ് എടുത്ത് രാത്രി ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യുന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തെ അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. അതൊരു പരിധി കഴിഞ്ഞാൽ ഹാർട്ടിന് അതൊരു ബർഡനാണ്. അപ്പോൾ അങ്ങനെ അത് കാരണം ഹാർട്ടിന് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഉറക്കക്കുറവ്, വളരെ സ്ട്രെയിൻ ചെയ്ത് ഉള്ള ജോലികൾ, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വർക്ക്, ഇതെല്ലാം ഒരു ഹൃദ്രോഗത്തിനൊരു കാരണക്കാരാകാം. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ രാത്രിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഇപ്പോൾ നൈറ്റ് വർക്കൊക്കെ ഷിഫ്റ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട്, അതായത് വർക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു ഹാർട്ട് ഡിസീസിലേക്ക് പോകുന്നതിന്? നൈറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് മാത്രമുള്ളവർ. പക്ഷേ അവർ നൈറ്റ് ജോലി ചെയ്താലും അവർക്ക് അതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു സ്ലീപ്പും റെസ്റ്റും അവർ മോർണിംഗ് എടുക്കണം. അങ്ങനെ എടുക്കുവാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് അവരുടെ ബോഡി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുറേയൊക്കെ. കൂടുതലും നമ്മൾ ജോലി ചെയ്താലും അതിനനുസരിച്ചുള്ള ഒരു ആഡിക്വേറ്റ് റെസ്റ്റ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ രാത്രി ഫുള്ള് വർക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ നമുക്കൊരു മരുന്ന് എടുത്തുകൊണ്ട് അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മോർ ലൈക്ക് ഒരു ബാലൻസ്ഡ് സ്റ്റേജിൽ വേണം പോകാൻ. സ്ട്രെസ് എങ്ങനെയാണ് ഈ ഹാർട്ട് ഡിസീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ലൈക്ക് പ്രൊലോങ്ഡ് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആൾക്കാർ എഫക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ്. അതെ, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ ആ നോർമൽ സ്ട്രെസ് ഫാക്ടറിൽ നിന്ന് വിട്ട് ഒരു അഡീഷണൽ സ്ട്രെസ്ഫുൾ ബേർഡൻ നമ്മുടെ മനസ്സിന് വന്നാൽ, അത് കുറേ പ്രൊലോങ് ചെയ്ത് നിന്നാൽ, ആ വരുന്ന സ്ട്രെസ്സ് നമ്മളെ ഇപ്പോൾ ഒരു 3-4 ദിവസം ബാധിക്കുക അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ബാധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പറഞ്ഞ അഡ്രിനാലിൻ ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുകയും അത് ഹാർട്ടിനെ ബാധിച്ച് ചിലവരിൽ ഹാർട്ടിൻ്റെ പമ്പിങ് വരെ കുറഞ്ഞു പോകാറുണ്ട്. അതിനെ നമ്മൾ ടക്കോട്സുബോ കാർഡിയോമയോപ്പതി എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ട്രീറ്റബിളാണ്. അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായി ആ ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള എന്തെങ്കിലും ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടായി സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അവരിൽ ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാറുണ്ട്. ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ പ്ലാക്ക് റപ്ചറായി രക്തക്കെട്ടുകൾ അടിഞ്ഞുകൂടി രക്തക്കുഴൽ പൂർണ്ണമായി അടഞ്ഞുപോയി ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. എങ്ങനത്തെ സ്ട്രെസ് ആക്ച്വലി ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ സ്ട്രെസ് വരാം, ഇമോഷണൽ സ്ട്രെസ് വരാം. ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പേര് കൂടി ചെയ്യേണ്ട കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കിയാൽ, വളരെ വെയിറ്റ് പൊക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ
ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ രക്തക്കുഴലിൽ ഈ പറഞ്ഞ പോലത്തെ പ്ലാക്കുകൾ ഉണ്ടായിട്ട് പ്ലാക്ക് റപ്ചർ വന്ന് അറ്റാക്കിലേക്ക് നയിക്കാം. അതിനെ ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയും. ഇമോഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഈവൻറ്റ്സ് ഉണ്ടായി, അത് നമ്മുടെ മനസ്സിനെ വളരെ കാര്യമായി ബാധിച്ചു. അത് വർക്ക് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകാം. അതുകൊണ്ട് നമുക്ക് ഇമോഷണൽ സ്ട്രെസ്സ് വന്ന് ആ ഒരു സ്ട്രെസ് ഫാക്ടർ നമ്മുടെ ശരീരത്ത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അടുത്ത 3-4 ദിവസം നിൽക്കുകയും അല്ലെങ്കിൽ ഒരാഴ്ച വരെ നിന്നാൽ അത് നമ്മുടെ ഹാർട്ടിനെ ബാധിച്ച് നമുക്ക് അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു പോവുകയോ കാരണക്കാരനാകാം. സൈലന്റ് അറ്റാക്ക് എന്താ, അതിനെക്കുറിച്ചൊന്ന് പറയാം. സൈലൻ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. നമ്മൾക്ക് രോഗലക്ഷണങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ എനിക്ക് ഇന്ന സിംറ്റം ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക്, ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർക്ക്, അതല്ല ഇനിയിപ്പോൾ ചിലവർക്ക് ഷുഗർ ഇല്ലാതെ തന്നെ കാര്യമായ നെഞ്ചിൽ വിഷമങ്ങളൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ടെസ്റ്റുകളും ചെയ്യുന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു ചെക്കപ്പിന് ചെല്ലുമ്പോൾ ECGയിൽ വ്യത്യാസങ്ങൾ കാണുന്നു. പക്ഷേ രോഗിയോട് ചോദിക്കുമ്പോൾ രോഗിക്ക് ആ സമയത്ത് സിംറ്റംസോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ സമയങ്ങളിൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് വേറെ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെ ECGയിലും വ്യത്യാസങ്ങളുണ്ട്, എക്കോയിലും വ്യത്യാസങ്ങളുണ്ട്. അതിനെയാണ് സൈലൻറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ല, പക്ഷേ ബ്ലോക്ക് കാരണം ECGയിലെ വ്യത്യാസങ്ങളുണ്ട്, എക്കോയിൽ ഹാർട്ടിൻ്റെ മസിലിൻ്റെ പമ്പിങ്ങും ചിലവർക്ക് കുറയും. അതിനെ സൈലൻറ്റ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി അസിംറ്റമാറ്റിക് ആയിരിക്കുമോ? അത് തീർച്ചയായും ചിലവരിൽ എസിംറ്റമാറ്റിക് ആയിരിക്കും. ചിലവരിൽ വളരെ മൈൽഡ് സിംറ്റംസ് ഉണ്ടാവും, പക്ഷെ അതൊരു ഹൃദ്രോഗത്തിൻ്റെ സിംറ്റമായിട്ട് അവർക്ക് വേർതിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ആ രീതിയിൽ ചിലപ്പോൾ കാണിക്കാം. ചിലവർക്ക് വളരെ ഒരു അൺഈസിനെസ്, ഒരു ക്ഷീണം പോലെ മാത്രം തോന്നിയിട്ട് പോവാം, അല്ലെങ്കിൽ ഒരു ചെറിയ തലകറക്കം പോലെ വന്നു പോകാം. അതിനുശേഷം അവർ പിന്നീട് നോർമലാവുകയും അവരുടെ ലൈഫ് മുന്നോട്ട് നോർമലായിട്ട് മുന്നോട്ട് പോകാനും പറ്റുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഈവൻ്റ് ഹാർട്ടിൽ നടന്നു കഴിഞ്ഞ് അതിന് അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകാനുള്ള കാരണം, ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ ഹാർട്ടിലേക്ക് പ്രധാനമായും 3 രക്തക്കുഴലാണ് ഉള്ളത്. അത് വലത്തെ സൈഡിൽ RCA, ലെഫ്റ്റ് സൈഡിൽ LADയും സർക്കംഫ്ലെക്സ് എന്ന് പറയും. അതിലൊരു രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നു, എനിക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ തലകറക്കം വന്നു, അല്ലെങ്കിൽ ഒരു ക്ഷീണം വന്നു. കുറച്ച് കഴിഞ്ഞ് ഞാനത് പെട്ടെന്ന് അതിൽ നിന്ന് ഇമ്പ്രൂവ് ആയി. തലകറക്കവും ക്ഷീണവും വരുന്നത് ആ സമയത്ത് എനിക്ക് ആ ബ്ലോക്ക് വന്ന സമയത്ത് ചെറിയൊരു പ്രഷറിൽ വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇടിപ്പ് കുറഞ്ഞു പോകുമ്പോഴാണ് എനിക്ക് ഈ വ്യത്യാസം വരുന്നത്. പക്ഷെ അതിന് ശേഷം ആ ബ്ലോക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഓപ്പണായി ബ്ലഡ് ഫ്ലോ താഴത്തോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി എസിംറ്റമാറ്റിക് ആവും. ചിലവരിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കൊളാട്രൽസ് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കാൻ തോന്നുന്നു. കൊളാട്രൽസ് വന്നു കഴിയുമ്പോൾ, അതായത് റൈറ്റ് സൈഡിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് കൊളാട്രൽസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ചിലപ്പോൾ എസിംറ്റമാറ്റിക് ആവും. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും അറിയണമെന്നില്ല, എനിക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കണമെന്നില്ല. പക്ഷേ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതായിട്ട് കാണിക്കും. ഫർദർ ടെസ്റ്റ്, ആൻജിയോഗ്രാം പോലത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനും പറ്റും. ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്? ഉറക്കത്തിലും ഈ പറഞ്ഞ പോലെ ഹൃദ്രോഗം വരാം. അത് ഉറക്കത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കൂടുതലും നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും അറ്റാക്കായിട്ട് മാറാം. അതാണ് ഈ പറഞ്ഞ ഉറക്കത്തിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കത്തിലും ഈ പറഞ്ഞ പോലെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ബ്ലോക്കുകൾ വന്ന് അറ്റാക്കായിട്ട് പെയിനായിട്ട് അവർ ഉറക്കത്തിൽ എഴുന്നേക്കാറുണ്ട്, അങ്ങനെയും കാണാറുണ്ട്. പക്ഷേ കൂടുതലായിട്ടും എഫേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കംഫേർട്ടായിരിക്കും ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം മെഡിസിൻ കൊടുത്തിട്ടാണോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതോ ഡയറക്റ്റ് നമ്മൾ സർജറിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണോ പോവുക? ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആദ്യമായി ഒരു സിംറ്റം, ഒരു രോഗലക്ഷണമായിട്ട് വരുന്നൊരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ തന്നെ ആണോ എന്ന് സംശയമുള്ളവർക്ക് നമ്മൾ ആദ്യമായി ECG എടുത്ത് നോക്കും. ECGയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കും. ECGയിൽ വ്യത്യാസങ്ങളില്ലെങ്കിൽ എക്കോ എന്ന് പറഞ്ഞ ടെസ്റ്റ്, എക്കോ കാർഡിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യും. അത് ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഫങ്ഷൻ അറിയാൻ പറ്റും, ഹാർട്ടിൻ്റെ വാൽവിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് അറിയാൻ പറ്റും. എക്കോയിലും കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. സ്ട്രെസ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ട് ECG എടുക്കും, അതിനെ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ട്രെഡ്മിൽ ടെസ്റ്റിലും നമ്മൾ നടത്തിക്കൊണ്ട് ഓരോ സ്റ്റേജിലും ECG എടുക്കും. അപ്പോൾ ആ ECGയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും. റെസ്റ്റിംഗ് സ്റ്റേജിനെ വെച്ച് നോക്കുമ്പോൾ എക്സേർട്ട് ചെയ്യുമ്പോൾ ECGയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇത്രയും ടെസ്റ്റുകളിൽ ചെയ്തിട്ട് കാര്യമായ പ്രശ്നങ്ങളില്ല, പറഞ്ഞ രോഗലക്ഷണം ടിപ്പിക്കൽ ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് TMT വെച്ച് തൽക്കാലം നിർത്താം.
പക്ഷേ പറയുന്ന രോഗലക്ഷണം നോക്കുന്ന ഡോക്ടറിന് ഹാർട്ടിൻ്റെ ആണെന്ന് തോന്നിയാൽ TMT നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഫർദർ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കണം, കൺഫേം ചെയ്യണം. കാരണം TMT എന്ന് പറഞ്ഞാൽ 100% ഒരു ടെസ്റ്റല്ല, ബ്ലോക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്. ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമ്മളെ സഹായിക്കുന്നേ ഉള്ളൂ ഡയഗ്നോസിലേക്ക് വരാൻ. പക്ഷേ ടെസ്റ്റിൻ്റെ ബേസിൽ മാത്രമല്ല നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഹാർട്ടിൻ്റെ പ്രശ്നമില്ലെന്ന് പറയുന്നത്. പേഷ്യൻ്റെ സിംറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേഷ്യൻ്റ് പറയുന്ന ആ വ്യക്തിയോ അവർ പറയുന്ന രോഗലക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രോഗലക്ഷണങ്ങൾ ടിപ്പിക്കലാണ്. പക്ഷേ ഈ ECG എക്കോ TMTയിലൊന്നും വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന 2 ടെസ്റ്റുകൾ, ഒന്ന് CT കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാം. അത് CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ CT മെഷീനിൽ ആൻജിയോഗ്രാം ചെയ്യും. ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കും. അതിനെ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. രണ്ടാമത്തത് നേരിട്ട് ആൻജിയോഗ്രാം, കാത്ത് ലാബ് എന്ന് പറഞ്ഞാൽ കാത്ത് ലാബിൽ പോയിട്ട് നേരിട്ട് കയ്യിൽ കൂടി ഒരു കത്തീറ്റർ ഹാർട്ടിലേക്ക് കടത്തി വിട്ടിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. അപ്പോൾ ഈ ടെസ്റ്റുകളാണ് പിന്നീട് ചെയ്ത് നോക്കുന്നത്. ഈ ടെസ്റ്റിലും ബ്ലോക്ക് ഇല്ലെങ്കിൽ ആ പറയുന്ന രോഗലക്ഷണമൊന്നും ഹാർട്ടുമായിട്ട് കംപ്ലീറ്റ് ബന്ധം ഉണ്ടാകത്തില്ല.